സൂക്ഷിക്കണം. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സാഹചര്യം മിക്ക ആളുകളുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും, ഇനിയും ഉണ്ടായേക്കാം. പക്ഷേ ആത്മഹത്യക്ക് നിങ്ങളെ പിടികൂടാനാവില്ല. നിങ്ങൾക്ക് ശക്തമായ ഈമാനുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും? എല്ലാ ദിവസവും രാവിലെ ഒരു തവണയെങ്കിലും ഖുർആനിൽ പരാമർശിച്ച ഈ ദുആ, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്, ഈമാൻ ശക്തമാകും. പിന്നെ ഏത് പ്രതിസന്ധിയിലും ആത്മഹത്യയിലേക്ക് നിങ്ങൾ എത്തുകയില്ല. എല്ലാ ബുദ്ധിമുട്ടുകളെയും നിങ്ങൾ മറികടക്കും. കല്യാണം മുടക്കുന്ന ആളുകൾ ദയവ് ചെയ്തൊരു കാര്യം മനസ്സിലാക്കണം. നാട്ടിൽ നട്ടെല്ലുള്ള രക്ഷിതാക്കൾ കുറഞ്ഞു വരികയാണ്. നട്ടെല്ലുള്ള രക്ഷിതാക്കളുടെ മക്കളിൽ തലച്ചോറിൽ ലിബറലിസം എന്ന ക്യാൻസർ ബാധിക്കാത്ത ബോധമുള്ള യുവതി യുവാക്കൾ കല്യാണത്തിനൊരുങ്ങുമ്പോൾ ദയവ് ചെയ്ത് അത് മുടക്കാൻ നിൽക്കരുത്. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യം ഒരു മുസ്ലിം മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ സുരക്ഷയായിരിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വൻകുറ്റങ്ങൾ വെടിയുകയാണെങ്കിൽ ഒരു നിസ്കാരം അടുത്ത നിസ്കാരത്തിനിടയ്ക്കുള്ള തെറ്റുകൾക്കുള്ള പാപമോചനമാണ്. ഏതൊക്കെയാണ് ഈ വൻ പാപങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. 7 വൻകുറ്റങ്ങളെ നിങ്ങൾ വെടിയുക. 1 ഷിർക്ക്, 2 സിഹർ, 3 അന്യായമായി മനുഷ്യനെ വധിക്കുക, 4 അനാഥരുടെ ധനം ഭക്ഷിക്കുക, 5 പലിശ ഭക്ഷിക്കൽ, 6 യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ പിന്തിരിഞ്ഞോടുക, അവസാനത്തേത് വ്യഭിചാരാരോപണം നടത്തുക. തെറി വിളിച്ചിട്ടുണ്ടാകും, നിസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ടാവും, പെണ്ണ് പിടിച്ചിട്ടുണ്ടാകും, കള്ള് കുടിച്ചിട്ടുണ്ടാവും, കളവ് നടത്തിയിട്ടുണ്ടാവും. ആ ചെയ്ത തെറ്റുകളൊക്കെ വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ, ആത്മാർത്ഥമായൊരു പശ്ചാത്താപം, അതിന് നമ്മൾ തയ്യാറായാൽ റബ്ബ് പുതിയൊരു ജീവിതം നൽകും. അള്ളാഹുവിന് നമ്മോട് വലിയ കരുണയാണ്. നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. ഈ തെറ്റുകളുടെ ഭാരമൊക്കെ ഒന്ന് ഇറക്കി വെച്ച് സമാധാനമുള്ളൊരു ജീവിതം നയിക്കണ്ടേ? വഫഖനല്ലാഹ്. ലോകത്തൊരു കാതും കേൾക്കാത്തതില്ല എന്റെ പ്രിയരാം ഹബീബിന്റെ നാമം. കാലം മറക്കാത്ത വചനങ്ങളെല്ലാം തിരുനാവാലെ മൊഴിഞ്ഞുള്ള നാദം. മണ്ണിൽ ഇനിയില്ല ഇതുപോലൊരാളും ജന്മം നമുക്കായി സമർപ്പിച്ച ദേഹം. മണ്ണിൽ ഇനിയില്ല ഇതുപോലൊരാളും ജന്മം നമുക്കായി സമർപ്പിച്ച ദേഹം. തീയും കനലും പതക്കുന്ന കാലം, ശാന്തമാകുന്ന സ്നേഹാർദ്രഗ